ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ കഴുകിയെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ചിക്കൻ നന്നായി തിരുമ്മി മസാല പിടിക്കാനായിട്ട് നന്നായിട്ട് തിരുമ്മി മാറ്റി വെക്കണം. ഇതൊരു അരമണിക്കൂർ നമ്മളിത് മാറ്റി വെക്കണം. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കനെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ചെറിയ ഉള്ളിയും ഒരു വലിയ സവാളയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ശേഷം ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നത് ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം പൊടിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടിയൊക്കെ നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി ഇളക്കി മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ചതച്ച മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഇങ്ങനെ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.